നമുക്കിനി വുമൺ ഇൻ ഏർലി ഇന്ത്യ നോക്കാം. ഈ ഒരു പോർഷൻ തൊട്ടാണ് ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓരോ ഇറയിൽ എങ്ങനെയാണ് വുമന്റെ സ്റ്റേറ്റസ് അല്ലെങ്കിൽ റോൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നത്. സോ ഏർലി ഇന്ത്യയിലെ വുമന്റെ സ്റ്റേറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് കൃതായുഗ, അപ്പൊ 4 യുഗാസ് ഉണ്ടായിരുന്നു, മഹായുഗ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നതിന്. അതൊന്നും വലിയ കാര്യത്തിൽ നോക്കണ്ട. അതിൽ കൃതായുഗ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് വുമണ് നല്ലപോലെ ഫ്രീഡം, അല്ലെങ്കിൽ വുമൺ ആരുടെയും സബോർഡിനേറ്റോ വുമണ് ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. അവര് മെന്നിന് ഈക്വൽ ആയിട്ട് തന്നെയായിരുന്നു അവര് ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. Among the Uttara Gurus, women enjoyed independence, show subordination was not universal. Uttara Gurus എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫേസ്, അതെന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഒരു ഫേസ്, പ്യുവർ ആയിട്ടുള്ള ആളുകളുള്ള ഫേസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫേസ് ആണ് ഉത്തര ഗുരുസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് വുമണ് ഫുൾ ഇൻഡിപെൻഡൻസ് ആയിരുന്നു. ഇതൊക്കെ കാണിക്കുന്ന എന്താ ഈ സബോർഡിനേഷൻ അല്ലെങ്കിൽ വുമൺ മെന്റെ അണ്ടറിലാണ് എന്നുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എല്ലായിടത്തും ഉള്ളതല്ല, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ വന്നുകൊണ്ടിരുന്നതല്ല എന്നൊക്കെ തെളിയിക്കുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹണ്ടിങ്ങും ഗ്യാതറിങ്ങിലും ഒക്കെ വുമണ് ഈക്വൽ റോൾ ആസ് മെൻ ആണ് ഉണ്ടായിരുന്നത്. അതേപോലെ അവിടെ ജെൻഡർ റോൾസ് ഇങ്ങനെ സ്ത്രീകൾ ഇന്ന ജോലികൾ ചെയ്യാം, മെൻ ഇന്ന ജോലികൾ ചെയ്യാമെന്ന ഒരു സിസ്റ്റം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇയർലി ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിരുന്നു. അതായത് പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരുടെ ഒരു നമ്പേഴ്സ് വളരെ കൂടുതലായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഫുൾ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫുൾ ഫ്രീഡം ആയിരുന്നു വുമണ് ഇയർലി ഇന്ത്യന്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. വേദിക് പീരീഡ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇയർലി വേദിക് പീരീഡ് നോക്കുകയാണെങ്കിൽ വുമണിന് റിലിജിയസ് റിച്വൽസിൽ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പൂജകൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ റോൾസ് വരെ വുമണിനുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. സാക്രഡ് ഹിംസ് എഴുതാൻ, അതായത് ഈ പോയംസ് ഒക്കെ ഇല്ലേ, റിലീജിയസ് ആയിട്ടുള്ള പോയംസ് അല്ലെങ്കിൽ സോങ്സ്, അതൊക്കെ എഴുതുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർക്ക് അതിനൊക്കെ ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു. ആരും അവരെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉപന്യാന സെറമണി വാസ് പെർഫോംഡ് ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ ഉപന്യാന സെറമണി എന്ന് പറയുന്നത് വേദാസ് ഒക്കെ പഠിക്കുന്നതിന് മുന്നേ നടത്തുന്ന ഒരു സെറമണിയാണ്. അത് ബോയ്സിനും ഗേൾസിനും നടത്തിയിരുന്നു. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബോയ്സിനും ഗേൾസിനും വേദാസ് പഠിക്കാൻ അല്ലെങ്കിൽ വേദാസ് പഠിക്കാനുള്ള ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പൊ അവർക്ക് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് കൊടുത്തിരുന്നത്, അല്ലാണ്ട് ഒരു ഡിഫറൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. വുമൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ സാക്രിഫൈസസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് ഹാഡ് ആക്സസ് ടു മ്യൂസിക്, ഫൈൻ ആർട്സ് ആൻഡ് പ്രൊഡക്റ്റീവ് ലേബർ. എല്ലാ മേഖലയിലും വുമൺ എന്തായിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു. റിലീജിയസ് പ്രാക്ടീസിലായാലും മ്യൂസിക് പാടാനായാലും എഴുതാനായാലും അങ്ങനെ അതിൻ്റെ ഇതിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായില്ല. ഫൈൻ ആർട്സ് ആയാലും ഏതൊരു ലേബർ ചെയ്യാനായാലും ഒന്നിലും വുമണിനൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ മാരേജ് എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമല്ലായിരുന്നു. വേണമെങ്കിൽ കഴിക്കാൻ, വേണ്ടാത്തവർക്ക് കഴിക്കണ്ട, അവരുടെ വീട്ടിൽ തന്നെ അവർക്ക് താമസിക്കാം, ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ആരും ഒന്നും റെസ്ട്രിക്ട് ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ തന്നെ വിഡോ റീമാരേജ് എന്ന് പറയുന്നതും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ ഇയർലി വേദിക് പീരീഡ് അല്ലെങ്കിൽ ഇയർലി ഇന്ത്യയിൽ ഒരു കുറച്ച് ഫീച്ചേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഇനി ഇതിന്റെ ഡൗൺഫോൾ തുടങ്ങിയത് എപ്പോഴാണ് നമുക്ക് നോക്കാം. 1000 BC 1000 to 500 BC അല്ലെങ്കിൽ AD ആ ഒരു സമയമായപ്പോഴത്തേക്ക് ആര്യൻ ഏജ് ആയി തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്തു, വുമന്റെ റോൾസ് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങി. വേദിക് എഡ്യൂക്കേഷൻ ഒക്കെ ആണുങ്ങൾക്ക് മാത്രം ആക്കാൻ തുടങ്ങി. അതായത് ചൈൽഡ് മാരേജ് ആ സമയത്ത് വളരെ മുൻപന്തിയിൽ വന്നു. അതായത് ഇത്ര വയസ്സിനുള്ളിൽ സ്ത്രീകളെ കല്യാണം കഴിച്ചു വിടണം എന്നൊരവസ്ഥ വന്നു. അതേപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലോങ് ഇയേഴ്സ് ആക്കി, ഒരു 16-13 ഇയേഴ്സ് ഒക്കെ ആക്കിയപ്പോഴത്തേക്കും സ്ത്രീകൾക്ക് അതിന് പറ്റാണ്ടായി. കാരണം അവരുടെ മാരേജ് കഴിയുമ്പോൾ പിന്നെ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ ആകുമ്പോൾ അവർക്കും പഠിക്കാനാവുന്നുണ്ടായില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഈ വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, മെന്നിലോട്ട് മാത്രം ഒതുങ്ങാൻ തുടങ്ങി. By 500 AD, Upanayana for women ended. Women barred from
വേദിക് നോളജ്. അതാണ് നമ്മൾ പറഞ്ഞത്. വുമൺ ഉപനയന നിർത്തലായി, കാരണം പഠിക്കാൻ സ്ത്രീകളില്ല, അതുകൊണ്ട് അവർക്ക് ഒരു സെറമണി ഉണ്ടായിട്ടുണ്ടായില്ല. വുമൺ വെയർ ഗ്രൂപ്പ്ഡ് വിത്ത് ശുദ്രാസ്, എക്സ്ക്ലൂഡഡ് ഫ്രം റിലീജിയസ് ആൻഡ് ഇന്റലക്ച്വൽ ലൈഫ്. അപ്പോൾ വുമൺസിന് പിന്നെ നല്ല രീതിക്ക് റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. റിലീജിയസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ലൈഫ് ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. വൈദിക് പീരീഡിൽ അതൊക്കെ എല്ലാവർക്കും ഈക്വൽ ആയിരുന്ന സമയത്ത് ആര്യന്റെ ഒരു ഭരണം വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആര്യൻ ഡൈനാസ്റ്റി പോലെ മാറിയ സമയത്തേക്ക് അവർക്ക് റിലീജിയസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നതൊക്കെ മാറാൻ തുടങ്ങി. അതേപോലെ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി വരാൻ തുടങ്ങി. അതായത് ബ്രാഹ്മിൺസ് ആണ് എല്ലാ കൺട്രോളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. റിലീജിയസ് കാര്യത്തിലായാലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ബ്രാഹ്മിൺസ് കൺട്രോൾ എടുക്കാൻ തുടങ്ങി. അവര് ജെൻഡർ കൺട്രോൾ നടത്തി. അതായത് സ്ത്രീകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ, സ്ത്രീകൾ മറ്റത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അതേപോലെ തന്നെ കാസ്റ്റ് തമ്മിലുള്ള ഇഷ്യൂസും ഈ ഒരു സമയത്ത് വരാൻ തുടങ്ങി. ഐഡിയൽസ് ലൈക്ക് സ്ത്രീധർമ്മ ഓർ പവിത്ര എൻഫോഴ്സ്ഡ് ഒബീഡിയൻസ് ആൻഡ് ചാസ്റ്റിറ്റി. അതായത് മോണോഗമി, സ്ത്രീകൾക്ക് ഒരു കല്യാണമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊരു സിസ്റ്റം വന്നു തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസിക് ടെസ്റ്റ് ആയ മനുസ്മൃതിയോ രാമായണോ മഹാഭാരതം ഒക്കെ എടുത്ത് നോക്കിയാൽ അതിലൊക്കെ വുമൺ ഒരു ഇൻഫീരിയർ ആയിട്ടാണ് കാണിച്ചിരുന്നത്. എപ്പോഴും മെന്നിന്റെ ഒരു പ്രൊട്ടക്ഷനിൽ കഴിയുന്ന ഒരു ജെൻഡർ ആയിട്ടാണ് വുമണിനെ കാണിച്ചു വരുന്നത്. ഇതൊക്കെ അവർക്ക് വുമണിനെ സബോർഡിനേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആയിട്ട് മാറി. അതേപോലെ തന്നെ റിലീജിയൽ ഐഡിയോളജി, ഫിയർ ഓഫ് ഇമ്പ്യൂരിറ്റി, ഡിപ്പെൻഡൻസ്, വയലൻസ്, ഇതൊക്കെ ടൂളാക്കി എടുത്തിട്ട് വുമണിനെ അവരെന്ത് ചെയ്യാം, സബോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. റിലീജിയന്റെ കേസിലാണെങ്കിൽ ഈ ഒരു പ്രവൃത്തിയൊക്കെ നിങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു റിലീജിയനിൽ ഈ ഒരു പ്രവൃത്തികളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇമ്പ്യൂർ ആയി മാറും എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, പഠിക്കുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നതോടെ സ്ത്രീകള് സ്വമേധയാ മാറി തുടങ്ങി. അതേപോലെ തന്നെ അവർക്ക് റെസ്ട്രിക്ഷൻ നല്ലപോലെ വരാൻ തുടങ്ങി. വിഡോ റീമാരേജ് ഈ ഒരു സമയമായപ്പോൾ ബാൻ ചെയ്തു. അതേപോലെ സതി എന്ന് പറയുന്ന സിസ്റ്റം ഗ്ലോറിഫൈ ചെയ്തു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചിതയിൽ തന്നെ ഭാര്യമാര് ചാടി ആത്മഹത്യ ചെയ്യണം എന്ന സിസ്റ്റമാണ് സതി. അതെന്ത് ചെയ്തു, അത് ഗ്ലോറിഫൈ ചെയ്തു, അതെല്ലാരും ചെയ്യണം, അത് വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങി. അതേപോലെ വുമണിനെ ഡൊമസ്റ്റിക് റോൾസിലോട്ട് മാത്രം അടിച്ചമർത്തിയ ഒരു സമയമായിരുന്നു ഇത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ബുദ്ധിസവും ജൈനിസവും വുമണിന്റെ ലിബറേഷന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവര് പറഞ്ഞത് സ്ത്രീകളെ ഇങ്ങനെ ഹൗസ് ഹോൾഡ് റോൾസിൽ മാത്രം അടക്കിയിടേണ്ടവരല്ല, അവർ ഈ പാട്രിയാർക്കൽ കൺട്രോളിൽ കിടക്കേണ്ടവരല്ല, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുന്നവര്. ഇനിഷ്യലി ബുദ്ധ റെസിസ്റ്റഡ് ക്രിയേറ്റിംഗ് എ നൺസ് ഓർഡർ ബട്ട് അലൗഡ് ഇറ്റ് ഡ്യൂ ടു പെർസുവേഷൻ ബൈ അനന്ത. അതായത് ഈ നൺസ് ഓർഡർ എന്ന് പറയുന്നത് ഭിഖുനി എന്ന് അറിയപ്പെടുന്നത്. അതായത് സ്ത്രീകൾ ബുദ്ധിസത്തിൽ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, ബുദ്ധിസം മാത്രമായിട്ട് ജീവിച്ചു പോകുന്ന, ഒരു അല്ലാതെ വേർഡ്ലി പ്ലഷറോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഈ ഒരു സ്പിരിച്വൽ പ്ലഷർ മാത്രം നോക്കി നടക്കുന്ന ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ആക്കുന്നതിൽ ബുദ്ധയ്ക്ക് ആദ്യമൊക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഗുരു എന്ന് പറയുന്നത് തന്നെ പറയാം ആയിട്ടുള്ള അനന്തയുടെ ഇടപെടൽ കാരണം അയാള് അതിന് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധ അതിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. വുമൺ ജോൺ ഭിഖുനി സംഘാസ് കുഡ് സ്റ്റഡി, ടീച്ച് ആൻഡ് ലിവ്. ഈ ഭിഖുനി സംഘാസ് ഞാൻ പറഞ്ഞ പോലെ നൺസ്, ബുദ്ധിസ്റ്റ് നൺസ് ആണ്. അവർക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പ്രോഗ്രാംസ്, അങ്ങനത്തെ സംഭവം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് വുമൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു ഭിഖുനി സംഘാസിലോട്ട് ജോയിൻ ചെയ്യാൻ തുടങ്ങി. സം വുമൺ അറ്റൻഡ് എൻലൈറ്റ്മെന്റ് ആൻഡ് ബിക്കം തെറീസ്. അതായത് ഇങ്ങനെ ഭിഖുനി സംഘാസിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ജോയിൻ ചെയ്ത വുമൺ എന്ത് ചെയ്തു, എൻലൈറ്റ്മെന്റ് വരാൻ തുടങ്ങി. അവര് അപ്പർ പൊസിഷനിലോട്ട് പോകാനും തുടങ്ങി. ടെസ്റ്റ് ലൈക്ക് തെറിഗത റെക്കോർഡ് വേഴ്സസ് ബൈ എൻലൈറ്റഡ് വുമൺ ഹു ടോട്ട് യങ്ങർ നൺസ്. അതായത് ഈ ഹയർ പൊസിഷനിലോട്ട് പോയ നൺസ് അവര് യങ്ങർ നൺസിന്
പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കുറച്ച് വേഴ്സസ് അവർ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള വേഴ്സസ് ഒക്കെ തെർഗത എന്ന് പറയുന്ന ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയാം, അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നൺസ് അല്ലെങ്കിൽ ഈ ഒരു വുമൺ എന്ത് ചെയ്തു, ബ്രാഹ്മണിക്കൽ വ്യൂ ഓഫ് ഫീമെയിൽ ഇൻഫീരിയോറിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് ബ്രാഹ്മിൻസ് എപ്പോഴും സ്ത്രീകൾ അവരുടെ മെന്നിന്റെ അടിയിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെയൊക്കെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ജൈനിസം ഈ ഫീമെയിൽ നൺസിന്റെ സംഭവങ്ങളും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ റോൾസിനും ഒക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു. ആൻഡ് അവരെ സപ്പോർട്ട് ചെയ്തത് വുമൺ എന്ത് ചെയ്യണം, സ്പിരിച്വൽ പാത്സ് പെർസ്യൂ ചെയ്യണമെന്ന് അവര് സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിലീജിയസ് റീഫോംസുകളെല്ലാം എന്ത് ചെയ്തു, വുമന്റെ വോയിസ് അല്ലെങ്കിൽ വുമന്റെ വിസിബിലിറ്റി, വീടിന്റെ പുറത്തേക്ക് വുമന്റെ വിസിബിലിറ്റി കൊണ്ടുവരാനായിട്ട് സഹായിച്ച കുറച്ച് റീഫോംസ്, ചെറിയ ചെറിയ റീഫോംസ് ആണ് ഇത്. അപ്പൊ ഇത്രയാണ് ഏർലി ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ബാക്കി നിങ്ങൾ ആ ഒരു PDF അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കിട്ടും. അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ഏർലി ഇന്ത്യയിൽ ഫസ്റ്റ് ഫേസിൽ എന്ന് പറയുമ്പോൾ ഫുൾ എന്താ ഫ്രീഡം ഇൻഡിപെൻഡൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു 1000 to 500 AD ആയപ്പോഴത്തേക്ക് അതിന്റെയൊക്കെ റെസ്ട്രിക്ഷൻസ് വന്ന ഒരു സമയമായിട്ട് മാറി. അതാണ് ഈ ഒരു ഫസ്റ്റ് ഏർലി ഇന്ത്യ പീരീഡില് വുമന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റേജ് നോക്കാം. അടുത്ത സ്റ്റേജ് എന്താണ്? പ്രീ കൊളോണിയൽ ഇന്ത്യ. പ്രീ കൊളോണിയൽ ഇന്ത്യയില് വുമന്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു? അതായത് മുഹമ്മദ് ഗൗരി തൊട്ട് ബ്രിട്ടീഷ് അതോറിറ്റി വരെയുള്ള ഇൻവാഷൻസ് വന്ന സമയത്ത് വുമന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെയധികം ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതായത് നല്ല രീതിക്ക് താഴെ പോകാൻ തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പർദ ബിക്കം വൈഡ് സ്പ്രെഡ്. അതായത് തലമറച്ചുകൊണ്ട് മുഖം മറച്ചുകൊണ്ടുള്ള സിസ്റ്റം ഒക്കെ പോപ്പുലർ ആവാൻ തുടങ്ങി. എല്ലാ സ്ത്രീകളും അങ്ങനെയൊക്കെ നടക്കണം, കൂടുതൽ മുസ്ലിം സ്ത്രീകളൊക്കെ അങ്ങനെ നടക്കണം എന്ന സിസ്റ്റം വരാൻ തുടങ്ങി. അതേപോലെ വുമന്റെ മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി. എവിടെ പോകണം, എങ്ങനെ പോകണം, അതിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ തന്നെ ഇരിക്കണം, അങ്ങനത്തെ സിസ്റ്റം ഒക്കെ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. അതായത് അവർക്ക് പുറത്ത് ഡൊമസ്റ്റിക് റോൾസ് അല്ലാണ്ട് പുറത്തൊരു എംപ്ലോയ്മെന്റിലുള്ള സ്കോപ്പേ വളരെയധികം കുറഞ്ഞു തുടങ്ങി. ഈ ഒരു സമയത്ത് നമ്മുടെ ബുദ്ധിസ്റ്റ് നൺസ് ഇല്ലേ, അതായത് ഭിക്കുനി സംഘാസ്, അവരൊക്കെ അപ്രത്യക്ഷമായ വുമന്റെ എഡ്യൂക്കേഷന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നവരെയൊക്കെ പിന്നീട് കാണാണ്ടായി മാറി ഈ ഒരു പ്രീ കൊളോണിയൽ ഇന്ത്യ സമയമായപ്പോഴത്തേക്കും. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ കേസസ് എടുക്കുകയാണെങ്കിൽ അവിടെ പിന്നെയും ഒരു ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ലിബർട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എങ്ങനെ ആണ് മനസ്സിലായെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ വുമൺ പോയറ്റ്സ് ആയിട്ടുള്ള ഗംഗാദേവിയും തിരുമലംബ ദേവി അവരുടെയൊക്കെ വർക്ക്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് സൗത്ത് ഇന്ത്യയുടെ കണ്ടീഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ 18th സെഞ്ചുറിയിൽ വുമന്റെ ലിറ്ററേച്ചർ കോൺട്രിബ്യൂഷൻസ് ഒക്കെ സൗത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നു. മനോരമ തമ്പുരാട്ടി അവരുടെ സാൻസ്ക്രിറ്റ് ഗ്രാമറിന്റെ വർക്ക് വളരെ ഫേമസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് വർക്ക്സും കുറച്ച് വുമൺ റൈറ്റേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയുടെ കണ്ടീഷൻസ് വളരെ മികച്ചത് നമുക്ക് പറയാൻ പറ്റില്ല, ബെറ്റർ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. ഇനി മുസ്ലിം വുമൺ ഈ ഒരു സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ confined to solution and their social mobility was severely restricted. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഒന്നിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അവർക്ക് വീടിന് പുറത്തോട്ട് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പർദ സിസ്റ്റം ഭയങ്കര ഒരു റൂളായിട്ട് വരാൻ തുടങ്ങി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. റസിയ സുൽത്താന, ദ ഓൺലി ഫീമെയിൽ റൂളർ, ഷോഡ് എക്സെപ്ഷണൽ ലീഡർഷിപ്പ് ബട്ട് ഫേസ്ഡ് ഓപ്പോസിഷൻ ഡ്യൂ ടു ഹെർ ജെൻഡർ. റസിയ സുൽത്താന എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ റൂളർ ആയിരുന്നു. നല്ല ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജെൻഡറിന്റെ ബേസിസിൽ അവർക്ക് ഒരുപാട് ഒപ്പോസിഷൻ നേരിടേണ്ടി വന്നു. അതേ സമയത്ത് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതർ വുമൺ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് ചന്ദ് ബീബി ഹു ഡിഫൻഡ് അഹമ്മദ്നഗർ അഗൻസ്റ്റ് അക്ബർ ആൻഡ് താരാബായ് ഹു ലെഡ് റെസിസ്റ്റൻസ് അഗൻസ്റ്റ് ഔറംഗസേബ്. ഈ ഒരു സമയത്ത് ഇത്രയും റെസ്ട്രിക്ഷൻസ് നടക്കുന്ന ഒരു സമയത്തും കുറച്ച് ഫീമെയിൽ ഫിഗേഴ്സ് ഉണ്ട്. അവര് ഫീമെയിലിന്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മോഡലായിട്ട് നിന്ന കുറച്ച് ഫീമെയിൽ ഫിഗേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ചന്ദ് ബീബി എന്ന് പറയുന്നത്. അവര് എന്താണ് അക്ബറിനും താരാബായിക്കും ഒക്കെ അക്ബറിനൊക്കെ എഗൻസ്റ്റ് നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ താരാബായി നമ്മൾ നോക്കുവാണെങ്കിൽ ഔറംഗസേബിന് എഗൻസ്റ്റ് റെസിസ്റ്റൻസ് നടത്തിയിട്ടുണ്ട്. മുഗൾ വുമൺ സച്ച് ആസ് ജഹാനാറ, റോഷനാറ ആൻഡ്
Sabunisa were known for their literary contributions, while figures like Noor Jahan and Mumtaz Mahal played important roles in court politics. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രീ കൊളോണിയൽ സമയത്ത് കുറച്ച് വുമൺ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ആണ് ഈ ജഹനാര, റോഷനാര ആൻഡ് സബുൻസിയ എന്നൊക്കെ പറയുന്നത്. ജഹനാര ആൻഡ് റോഷനാര എനിക്ക് തോന്നുന്നു ഷാജഹാന്റെ ഡോക്ടേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അവരൊക്കെ എന്തിലായിരുന്നു, അവരൊക്കെ അവരുടെ ലിറ്റററി കോൺട്രിബ്യൂഷൻസ് നന്നായിട്ട് നടത്തിയിരുന്നു. അവരുടെ പ്രോസും വേഴ്സസും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നു. അതേപോലെ നൂർജഹാനും മുംതാസ് മഹലും ഒക്കെ കോർട്ട് പൊളിറ്റിക്സിൽ നല്ലൊരു റോള് വഹിച്ചിരുന്നു. ഭക്തി മൂവ്മെന്റ് വന്നൊരു സമയത്ത്, ഈ ഒരു പ്രീ കൊളോണിയൽ ഇന്ത്യയുടെ സമയത്ത് ഭക്തി മൂവ്മെന്റ് വന്നു. ഈ സമയത്ത് ഈ ഭക്തി മൂവ്മെന്റ് വന്ന എന്തിനാണ്, ഈ ഒരു റിലീജിയസ് സിസ്റ്റത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നു ഭക്തി മൂവ്മെന്റ്. ആ സമയത്ത് ഈ റിജിഡ് റിച്വൽസിനെയൊക്കെ ഭക്തി മൂവ്മെന്റുകാർ റിജക്ട് ചെയ്തു. അത് മാത്രമല്ല അവർ ചെയ്തത്, വുമൺ റൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അവർ പറഞ്ഞത്, അവർ മെയിൻലി പറഞ്ഞതെന്ന് പറയുന്നത് ഈ ഒരു ഡിവോഷൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ഡിവോഷൻ എന്നൊക്കെ പറയുന്നത് കാസ്റ്റ് തരംതിരിച്ച് ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും ഈക്വലി അക്സസിബിൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നൊരു മൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് അവരുടെ മെയിൻ ഫോക്കസ് ഉണ്ടായിരുന്നത്. അതായത് വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും റെസ്ട്രിക്ഷൻസ് വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ വുമന്റെ റൈറ്റിന് വേണ്ടിയും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫീമെയിൽ സെയിൻസ് ലൈക്ക് മീരാഭായ്, ആന്ധാൽ, മുക്താബായ്, Janabai and Lalla emerged during this time, contributing to the spiritual and cultural landscape. ഈ ഒരു ഭക്തി മൂവ്മെന്റിന്റെ സമയത്ത് പ്രോമിനന്റ് ആയിട്ട് നിന്നിട്ടുള്ള ഫീമെയിൽ ഫിഗേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഫീമെയിൽ സെയിൻസ് ലൈക്ക് മീരാബായി, അന്തൽ, മുക്താബായി, ജനാബായി ഒക്കെ. അപ്പൊ ഇത്രയാണ് പ്രീ കൊളോണിയൽ ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയാനുള്ളത്. ഇത് നിങ്ങൾ PDF നോക്കിയിട്ട് ബാക്കി കുറച്ചൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആഡ് ചെയ്യുക. കണ്ടീഷൻസ് വെച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ മെയിൻ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പൊ അതായത് ഇൻവേഷൻസ് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും പ്രീ കൊളോണിയൽ ഇന്ത്യയിൽ വുമന്റെ സ്റ്റാറ്റസ് കുറയാൻ തുടങ്ങി, അവർക്ക് റെസ്ട്രിക്ഷൻസ് അവരുടെ മൊബിലിറ്റിയിൽ വരെ വരാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ബുദ്ധിസ്റ്റ് നൺസിനെയൊക്കെ ഡിസപ്പിയർ ആയി, അവരുടെ പ്രവർത്തനമൊക്കെ ഡിസപ്പിയർ ആയി. സൗത്ത് ഇന്ത്യന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷൻ എന്ന് പറയാൻ പറ്റും. അതേ സമയത്ത് തന്നെ കുറച്ച് വുമൺ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു, ഒരു പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ മുൻനിരയിൽ തന്നെ നിന്ന കുറച്ച് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. അത് എഴുതുക. പർദ്ദ സിസ്റ്റം വന്നത് എഴുതുക. മുസ്ലിം സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ എഴുതുക. അതേപോലെ തന്നെ ഭക്തി മൂവ്മെന്റ് വന്നതും അത് എന്തിനാണ് പ്രവർത്തിച്ചതെന്നൊക്കെ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ തേർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേജിൽ എങ്ങനെയാണ് വുമന്റെ സ്റ്റാറ്റസ് എന്ന്. അപ്പൊ നമ്മൾ ഇനി പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേജിൽ എന്തായിരുന്നു വുമന്റെ സ്റ്റാറ്റസ് എന്ന് നോക്കാണ്. ഈ ഒരു സ്റ്റേജിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കൊളോണിയൽ പീരീഡിൽ വുമൻസ് നേരിട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വുമന്റെ ഉണ്ടായിരുന്ന സ്റ്റേറ്റസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ രണ്ട് മൂവ്മെന്റ്സ് ആണ് സഹായിച്ചത്. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ റീഫോം മൂവ്മെന്റ്, രണ്ടെന്ന് പറയുന്നത് നാഷണലിസ്റ്റ് മൂവ്മെന്റ്. അപ്പൊ സോഷ്യൽ റീഫോമിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും വോട്ടിങ് ചെയ്യാനുള്ള അവകാശം കൊണ്ടുവന്നു, വുമണിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തു. ഈവൻ ദോ ഫെമിനിസ്റ്റ് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ വേണ്ട, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് വേണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഒരു സമയത്ത് ഇലക്ഷൻസിലൊക്കെ വുമൺ റെപ്രസെന്റേറ്റീവ്സ് വളരെ അധികം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്പേഴ്സ് കൂടുതലായിരുന്നു. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് തിങ്സ് ഈ രണ്ട് മൂവ്മെന്റ് കാരണം ഈ വുമന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അതേപോലെ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, MG റാണയുടെ പോലെ ഉള്ള സോഷ്യൽ റിഫോമേഴ്സ് വുമൺ എഡ്യൂക്കേഷനും വുമൺ റൈറ്റ്സിനും വേണ്ടി വളരെയധികം പ്രയത്നിച്ചു. അതോടൊപ്പം തന്നെ അവരെ സതി നിർത്തലാക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്തു, പ്രോപ്പർട്ടി റൈറ്റ്സ് ഫോർ വുമണിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളെ ഈ റിഫോമേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്
മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി ഒരു ഇമ്പോർട്ടന്റ് പങ്ക് വഹിച്ചിട്ടുണ്ട് വുമന്റെ സ്റ്റേറ്റസ് ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ ഒരു സമയത്ത് അദ്ദേഹം ബാക്ക്വേർഡ് ആയിട്ട് നിന്നിട്ടുള്ള എല്ലാ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും ഈ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗ്രൂപ്പായിരുന്നു വുമൺ എന്ന് പറയുന്നത്. അതുവരെ നമുക്കറിയാം വുമന്റെ സ്റ്റാറ്റസ് എല്ലാത്തിൽ നിന്നും റെസ്ട്രിക്ഷൻസ് നേരിട്ടാണ്. അപ്പൊ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, ഈ ഒരു മൂവ്മെന്റിൽ വുമണിനെ കൂടെ ഉൾപ്പെടുത്തി അവരും ഈ ഒരു ഇൻഡിപെൻഡൻസിന്റെ ഫൈറ്റിൽ ഒരു മുഖ്യ അല്ലെങ്കിൽ ഒരു മുഖ്യ റെപ്രസെന്റേറ്റീവ്സ് എന്നൊക്കെ പറയുന്ന രീതിക്ക് അദ്ദേഹം വുമണിനെ അങ്ങനെ എംപവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വുമൺസ് ലൈക്ക് രമാഭായ് റാനഡെ, പണ്ഡിറ്റ് രമാഭായ്, ഭിക്കാജി കാമ ആൻഡ് ഷിറിൻ കോസച്ചി ഇവരൊക്കെ എന്ത് ചെയ്യാണ് വുമൺ എഡ്യൂക്കേഷനും അതേപോലെ വുമണിന് വേണ്ടിയിട്ടുള്ള റീഫോംസ് കൊണ്ടുവരാനും വളരെയധികം കഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രയത്നിച്ച കുറച്ച് ആൾക്കാരാണ് സ്ത്രീകളിൽ നിന്ന്. ഇനി നമ്മൾ നോക്കുകയാണ് നാഷണൽ വുമൻസ് ഓർഗനൈസേഷൻ ലൈക്ക് ഓൾ ഇന്ത്യ Women's Conference, Women's India Association and National Council of India were formed to address women's issues and fight for voting rights. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കോൺഫറൻസസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഈ ഒരു സമയത്ത് വരാൻ തുടങ്ങി. കറക്റ്റ് ഡേറ്റ് പറയുന്നില്ല, ഒരു ഏകദേശമായിട്ടുള്ള ഡേറ്റ് നിങ്ങളുടെ PDF കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ്, വുമൻസ് ഇന്ത്യ അസോസിയേഷൻ, ഇതൊക്കെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വുമന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ വുമന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. അത് അവർ ഈ ഒരു സമയത്ത് നേടിയെടുക്കുകയും ചെയ്തു. ലീഗൽ റിഫോംസ് ഇൻക്ലൂഡഡ് വിഡോ റീമാരേജ് ആക്ട്, ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട്, ഹിന്ദു വുമൻ റൈറ്റ്സ് ടു പ്രോപ്പർട്ടി ആക്ട്. അപ്പൊ ലീഗലി അവർ നേടിയെടുത്ത റീഫോമിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ അല്ലെങ്കിൽ ആക്ടുകൾ എന്ന് പറയുന്നത് വിഡോ റീമാരേജ് ആക്ട്. അതുവരെ വിഡോ റീമാരേജ് റെസ്ട്രിക്ട് ചെയ്തു വെച്ചത് അത് ലീഗലി അവർ റീഫോം ചെയ്തെടുത്തു, വിഡോ റീമാരേജ് നടത്താമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട്, ചൈൽഡ് മാരേജ് നിർത്താൻ അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു ആക്ട്, ഹിന്ദു വുമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട്, ഇങ്ങനത്തെ കുറച്ച് ആക്ടുകൾ ഈ സമയത്ത് അവരുടെ മൂവ്മെന്റ്സിലൂടെ അവർ നേടിയെടുത്തു. വുമൺ ഗെയിൻഡ് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ബിഗാൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇലക്ഷൻസ് ഫ്രം 1920 ഓൺവേർഡ്സ്. 1920 തൊട്ട് വുമണിന് വോട്ടിംഗ് റൈറ്റ്സും കിട്ടി, അവർ ഇലക്ഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടും തുടങ്ങി. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ വുമൺ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെ വഹിച്ചിട്ടുണ്ട്. അതേപോലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതിലൊക്കെ വുമൺ അവരുടെ റോള് ആക്റ്റീവായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമായപ്പോൾ വുമണിന് കുറച്ചുകൂടെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ അവരുടെ പഴയ സ്റ്റാറ്റസ് ഇൻബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. കീ ഫിഗേഴ്സ്, ഈ മൂവ്മെന്റ്സിന്റെ ഒക്കെ കീ ഫിഗേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സരോജിനി നായിഡു, അരുണ ആസഫ് അലി, ഇവരൊക്കെ കീ ഫിഗേഴ്സ് ആണ് ഈ ഒരു ടൈമിൽ. അതേപോലെ തന്നെ വുമൺ റൈറ്റ്സിനും വുമന്റെ നല്ലതിനും അല്ലെങ്കിൽ വുമന്റെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയൊക്കെ പ്രവർത്തിച്ച വനിതകളാണ് സരോജിനി നായിഡു, അരുണ ആസഫ് അലി എന്നൊക്കെ പറയുന്നത്. In 1946, women participated in the Constituent Assembly and legislative process after India's independence. അപ്പൊ തീരെ റെസ്ട്രിക്ഷൻസ് അനുഭവപ്പെട്ടിരുന്ന വുമണിൽ നിന്ന് അവര് ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു സമയമായപ്പോ 1946 ആയപ്പോ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വരെ അവരുടെ പങ്കാളിത്തം അവർക്ക് കാണിക്കാൻ പറ്റിയത് ഈ രണ്ട് മൂവ്മെന്റ്സിലെ അവരുടെ പാർട്ടിസിപ്പേഷനും അവർക്ക് വേണ്ടി തന്നെ പോരാടിയതും കൊണ്ടാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് ഈ ഒരു PDF നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് വായിച്ചാൽ മതി, കുറച്ചുകൂടെ ആയിട്ട് കിട്ടും. ഈ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ PDF കൂടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ PDF കഥ പോലെ എഴുതിയിട്ടുണ്ട്, അത്രയും നമുക്ക് വേണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പോയിന്റ് ഞാൻ ഇവിടെ പറഞ്ഞു, കുറച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അടുത്ത നമ്മൾ പോകുന്നതാണ് എഡ്യൂക്കേഷനെ കുറിച്ച് ഈ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചു എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വുമൻസ് എഡ്യൂക്കേഷന് മിഷണറീസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. അതായത് മിഷണറീസ് ആണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ചത്. അതിൽ പക്ഷെ കുറെ ഹിന്ദുസ് പോലത്തെ ആൾക്കാർക്ക് മിഷണറീസിന്റെ സ്കൂളിലോട്ട് അയക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഹിന്ദുസിന് വേണ്ടിയിട്ടൊരു
സ്കൂൾ അല്ലെങ്കിൽ ഹിന്ദുക്കള് മുന്നിട്ട് ഒരു സ്കൂൾ ഇറക്കി. അതിനുശേഷം ഹിന്ദുക്കളും അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ടൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. സോഷ്യൽ ബിലീഫ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് സച്ച് എസ് ഫിയർ ദാറ്റ് എഡ്യൂക്കേറ്റിംഗ് വുമൺ would lead to widowhood or immoral behavior hindered women's education. നമ്മൾ പറഞ്ഞ പോലെ കൊളോണിയൽ പീരീഡിൽ അവരിങ്ങനെ വുമണിനെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചിരുന്ന കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഇപ്പോഴും ഈ ഒരു സമയത്തും അവരുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ അവരെ വുമണിന് എഡ്യൂക്കേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊരു അവസ്ഥയിൽ ചിന്തിപ്പിക്കാൻ തുടങ്ങി. വുമൺ വെർ ലാർജ്ലി ഡിപ്പെൻഡന്റ് ഓൺ മെയിൽ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഓഫൻ ഡിസ്കറേജ് ഫ്രം ലേണിംഗ് ടു റീഡ് ആൻഡ് റൈറ്റ്. വുമണിന് എപ്പോഴും ഫാമിലിയിലെ മെന്നുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ജനിച്ച് തൊട്ട് കല്യാണം കഴിക്കുന്ന ഒരു അച്ഛന്റെ അണ്ടറിൽ, അത് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ അണ്ടറിൽ, അത് കഴിഞ്ഞിട്ട് മോന്റെ അണ്ടറിൽ എന്നൊരു സിസ്റ്റമാണ് അവര് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെൻ എന്ന് പറയും, മെന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് റീഡ് ആൻഡ് റൈറ്റിനൊന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, അതേപോലെ അവരെ സമ്മതിച്ചിരുന്നില്ല. ബോംബെയിലാണ് പിന്നെയും ഒരു കണ്ടീഷൻസ് ബെറ്റർ ആയിട്ട് വരാൻ തുടങ്ങിയത്. 1823 തൊട്ട് 1829 വരെ അവിടെ സ്കൂൾസിലൊന്നും ഗേൾ ചിൽഡ്രൻ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗേൾ ചിൽഡ്രനിലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മുസ്ലിം ഗേൾസിനും അതേപോലെ ഹിന്ദുസിന്റെ ഹൈ ക്ലാസ്സിലുള്ള ഗേൾസിനും വേണ്ടി ലിമിറ്റഡ് ആയിട്ട് ഇരുന്നു. ആ ഒരു സമയത്ത് രാജാറാം മോഹൻ റോയ് ആണ് ഈ വുമൺ എഡ്യൂക്കേഷന് വേണ്ടി വളരെ നല്ല രീതിക്ക് പ്രയത്നിച്ച ഒരാള്. അദ്ദേഹം വളരെ നല്ല രീതിക്ക് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അടുത്ത് എഡ്യൂക്കേഷനെ പറ്റിയും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം പോളിഗമിയും ചൈൽഡ് മാരേജിനെയും എതിർത്തിരുന്നു. അതിനെയൊക്കെ ഒരു സോഷ്യൽ ഇവിളായിട്ട് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു. പോളിഗമി എന്ന് പറയുന്നത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കല്യാണം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കല്യാണം, അതാണ് പോളിഗമി എന്ന് പറയുന്നത്. ചൈൽഡ് മാരേജ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇതിനെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. ഞാൻ പറഞ്ഞ മിഷണറീസ് ആണ് ആദ്യം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവരുടെ ഇമ്പാക്ട് 1850 വളരെ കുറവായിരുന്നു. കാരണം മിഷണറീസ് നടത്തുന്നത് കൊണ്ട് തന്നെ വേറെ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് ആ ഒരു സ്കൂളിലോട്ട് പറഞ്ഞുവിടാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. 1850 ഗവൺമെന്റും കൂടെ ചേർന്നിട്ട് മിഷണറിയിൽ കുട്ടികളെ പറഞ്ഞു വിടാനായിട്ട് അവയർനെസ്സും സപ്പോർട്ടും ഒക്കെ കൊടുത്തു. അതിനുശേഷം കുറച്ച് ഇംപ്രൂവ്മെന്റ് വരാൻ തുടങ്ങി. JED ബത്തോണി ഇൻട്രൊഡ്യൂസ് സെക്കുലർ സ്കൂൾസ് ടു അഡ്രസ് ഹിന്ദു കൺസേൺ അബൌട്ട് റിലീജിയസ് ടീച്ചിങ്സ് ഇൻ മിഷൻ സ്കൂൾസ്. ഞാൻ പറഞ്ഞാലും മിഷണറി സ്കൂൾ ആയതുകൊണ്ട് ഹിന്ദുസിനൊന്നും വലിയ താല്പര്യമില്ല. ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് JED ബത്തൂണ് സെക്കുലർ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു. ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ പല സ്ഥലങ്ങളിലേക്കും ഈ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. The Indian Education Commission highlighted the backward condition of girls' education and recommended using public funds for girls' schools and promoting women teachers. ഈ ഒരു സമയത്ത് ഗേൾ എഡ്യൂക്കേഷന് വേണ്ടി ഗവൺമെന്റും വളരെയധികം സപ്പോർട്ട് തരാൻ തുടങ്ങി. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ത് ചെയ്തു, ഗേൾസ് സ്കൂൾസിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് ഫണ്ട്സ് ഒക്കെ നടത്താൻ തുടങ്ങി. ടീച്ചേഴ്സ് വുമൺ ആക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും കമ്മീഷന്റെ സൈഡിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. By 1878, a few Indian girls were enrolling in universities, and by the 1890s, some were going abroad for higher education, including studying medicine and law. 1878 ആയപ്പോ യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറച്ച് ഇന്ത്യൻ ഗേൾസ് എൻറോൾ ചെയ്യാൻ തുടങ്ങി. അതേപോലെ 1890 എബ്രോഡിലൊക്കെ കുട്ടികൾ പഠിക്കാൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകാൻ തുടങ്ങി, മെഡിസിൻ പഠിക്കാൻ തുടങ്ങി, ലോ പഠിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഒരു കാലത്ത് ഉമ്മണ് കണ്ണെത്താ ദൂരത്തായിട്ട് നിന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അതൊക്കെ ഈ ഒരു 1878 അല്ലെങ്കിൽ 1880s ഒക്കെ ആയപ്പോഴത്തേക്ക് ഉമ്മണ് ആ പൊസിഷൻസിലൊക്കെ റീച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. 1920s എന്ന് പറയുമ്പോൾ ഫീമെയിൽ ലിറ്ററസി ബിഗാൻ ടു ഇൻക്രീസ്. ലിറ്ററസി റേറ്റ് വളരെ കുറവായിട്ട് നിന്ന് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നൈറ്റ് സ്കൂൾസും അതേപോലെ അഡൽട്ട് ലിറ്ററസി ഒന്നും ആ ഒരു സമയത്തും വളരെ ചുരുക്കമായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ലിറ്ററസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1951 ഫീമെയിൽ ലിറ്ററസി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 9.3% ആയിരുന്നു. അപ്പൊ നമ്മൾ ആരോഗ്യം അതിന് മുന്നേ വരെ എന്തുമാത്രം ലോവർ ആയിരുന്നു, അല്ലെങ്കിൽ 0% എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിക്കായിരുന്നു വുമന്റെ എഡ്യൂക്കേഷൻ എന്നും. ഈ ഒരു 9.3% നോക്കുകയാണെങ്കിൽ കേരളയിലെ വുമൺ ലിറ്ററസി അല്ലെങ്കിൽ ഫീമെയിൽ ലിറ്ററസി റേറ്റ് ആയിരുന്നു ഹൈ ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ
തന്നെ ഡൽഹിയിലും കൂർഗിലും ഒക്കെ നല്ല ഫീമെയിൽ ലിറ്ററസി റേറ്റ് കാണിച്ചിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം മണിപ്പൂരിലും രാജസ്ഥാനിലും ലിറ്ററസി റേറ്റ്സ് കുറവാണ്. ഇത്രയാണ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. എഡ്യൂക്കേഷൻ ആയിട്ടൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, മേ ബി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആഡഡ് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇനിയൊരു ചെറിയ സെഷനാണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് വേഗം നോക്കാം, സമയം തീരാറായി, അതുകൊണ്ടാണ്. സോ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഇത്ര ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. സോറി, ഇതിന്റെ അലൈൻമെന്റ് തെറ്റായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അയക്കുന്ന PPT കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഐഡന്റിഫൈ ദ പൊസിഷൻ ഓഫ് വുമൺ ഇൻ ഏർലി ഇന്ത്യൻ സൊസൈറ്റി. ഏർലി ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള വുമന്റെ പൊസിഷൻ. അപ്പൊ നമ്മൾ ഏർലി ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നല്ല നല്ല എന്തായിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. വേദിക് പീരീഡിലൊക്കെ റിലീജിയസ് ആയിട്ടായിട്ടും മ്യൂസിക് എന്റർടൈൻമെന്റ് അങ്ങനത്തെ ഫീൽഡിലായാലും വുമണ് വളരെയധികം ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു, മെന്നിന്റെ അണ്ടർലൈനിലായിരുന്നു. പിന്നീട് വേദിക് പീരീഡ് കഴിഞ്ഞ് ഒരു ആര്യൻ പീരീഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു സമയമായപ്പോൾ റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. അതൊക്കെ എഴുതുക. 20 മാർക്കിന്റെ എസ്സേ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻസ് സെഷനിൽ വുമന്റെ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമ്മൾ പറഞ്ഞില്ല ആ ഒരു കാര്യങ്ങൾ 1-2 പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് മൊത്തം എഴുതി വെക്കാം. ഹൗ ഡസ് പാട്രിയാർക്കി കൺട്രോൾ വുമൺ, എക്സ്പ്ലെയിൻ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. 1-2 വർഷം മാത്രമേ ഉണ്ടാവാതെ ഉള്ളൂ. ബാക്കി എല്ലാ ഇയറിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, 2014-16 ഡിസംബർ 16ലും ഡിസംബർ 2022ലും ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൗ ഡസ് പാട്രിയാർക്കി കൺട്രോൾ വുമൺ, എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് പാട്രിയാർക്കി വുമണിനെ കൺട്രോൾ ചെയ്തിരുന്നത്? ഇത് നമ്മൾ ആ ഒരു ഫസ്റ്റ് സെഷനിൽ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു പാട്രിയാർക്കി എന്താണെന്ന് പറഞ്ഞു, പാട്രിയാർക്കി എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തു. പിന്നെ 6 സ്ട്രക്ചേഴ്സ് ഓഫ് പാട്രിയാർക്കി പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കാം. 5 മാർക്കിനാണ്. അപ്പൊ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതും റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2019 വരെ ഇത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ മേ ബി ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഇത് ഷോർട്ട് നോട്ട് ഓൺ പാട്രിയാർക്കി എന്നാണ് കേട്ടോ. ഇതിൽ കുറച്ചെന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സ്ലൈഡിൽ കറക്റ്റ് ആയിരിക്കും. ഷോർട്ട് നോട്ട് ഓൺ പാട്രിയാർക്കിയും ഒരു 4 മാർക്കിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഡിസംബർ 2016ലും 2019ലും കണ്ടിട്ടുണ്ട്. അപ്പൊ പാട്രിയാർക്കി എന്താണെന്ന് എഴുതുക. 4 മാർക്കിനായതുകൊണ്ട് നിങ്ങൾക്ക് വുമന്റെ കണ്ടീഷൻസ് ഒന്നും അങ്ങനെ എഴുതാണ്ട. പാട്രിയാർക്കി മറ്റേ 6 സ്ട്രക്ചേഴ്സ് ഓഫ് പാട്രിയാർക്കി എഴുതാം, അതിനെ കുറിച്ചൊക്കെ എഴുതാം. അത്രയും എഴുതിയാൽ മതിയാവും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ വുമൻസ് സിറ്റുവേഷൻ ഇൻ പ്രീ കൊളോണിയൽ ഇന്ത്യ വിത്ത് ദാറ്റ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. പ്രീ കൊളോണിയൽ ഇന്ത്യയുടെ കണ്ടീഷനും ആൻഷ്യന്റ് ഇന്ത്യന്റെ കണ്ടീഷനും, അതായത് നമ്മുടെ ഏർലി ഇന്ത്യന്റെ ടൈമിലുള്ള വുമന്റെ സ്റ്റാറ്റസ് ഇത് തമ്മിൽ കമ്പയർ ചെയ്തതാണ്. അപ്പൊ നിങ്ങളിങ്ങനെ ഹെഡിങ് ഇട്ടിട്ട് വേദിക് പീരീഡിൽ ഏൻഷ്യൻ ഏർലി ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ നടന്നു, ഇതിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് മാത്രം എഴുതിയാൽ പോരാ, കമ്പാരിറ്റീവ് ആയിട്ട് എഴുതണം. അതായത് ഇപ്പോ ഏൻഷ്യൻ പീരീഡില് ഫസ്റ്റ് ഒരു ഫേസ് എന്ന് പറയുന്നത് ഫ്രീഡം അനുഭവിച്ചെങ്കിൽ ഈ ഒരു കൊളോണിയൽ പീരീഡ് അല്ലെങ്കിൽ പ്രീ കൊളോണിയൽ പീരീഡ് ആയപ്പോൾ ഒരു ഫ്രീഡവും പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറി. അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി എഴുതുന്ന രീതിക്ക് വേണം എഴുതാനായിട്ട്. ബാക്കി പോയിന്റ്സ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഒരു കമ്പയർ ചെയ്ത് എഴുതുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ ചില ടീച്ചേഴ്സ് എപ്പോഴും 2 ഹെഡിങ് ഇട്ട് എഴുതാനായിരിക്കും മേ ബി പറയുക. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ ഒരു ഇത് വെച്ച് എഴുതിക്കോളൂ എങ്ങനെയാന്ന് വെച്ചാൽ. പക്ഷെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 ടൈമിൽ നമ്മൾ നല്ല രീതിക്ക് പോയിന്റ്സ് പറഞ്ഞു. ആ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചിട്ട് എഴുതിയാൽ മതി. 20 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ ചില ഇയേഴ്സിൽ ഇതിന് 10 മാർക്സിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത 5th ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങൾ, എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, റിഫോം മൂവ്മെന്റ്സിൽ എന്തൊക്കെയായിരുന്നു, അത് നിങ്ങൾ PDF കൂടെ വായിച്ച് കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് ഈ ഒരു
ക്വസ്റ്റ്യൻ ആൻസർ ഇതും 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാ വർഷവും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ഇത്രയൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനായിട്ട് പറ്റും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ ഓരോ സെഷനിലെ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.